വെൽക്കം ബാക്ക് ടു ബിഗ് ബോസ് മലയാളം സീസൺ 6. ബിഗ് ബോസ് മലയാളം ഇത്ര ചീപ്പായിട്ട് ഇത്ര തേർഡ് ക്ലാസ് ആയിട്ട് എല്ലാവരും കളിക്കുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ജാൻമണി അന്ന് പറഞ്ഞ തേർഡ് ക്ലാസ് ചീപ്പ് ഡ്രാമ ഷോ ആണ് ഇപ്പൊ ബിഗ് ബോസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരാൾക്കാരെ ഇങ്ങനെ ടാർഗറ്റ് ചെയ്യണു, അവരെ ഫോക്കസ് ചെയ്യണു എന്ന് പറഞ്ഞാൽ അവര് പ്രേമിക്കോ കെട്ടിപ്പിടിക്കോ ഉമ്മ വയ്ക്കോ എന്തോ ചെയ്യട്ടെ, ബാക്കിയുള്ളവർക്കൊന്നും ഗെയിമില്ലേ, ബാക്കിയുള്ളവർക്കൊന്നും കളിക്കാനൊന്നും ഇല്ലേ, ഇവര് മാത്രമേ ഉള്ളൂ കളിക്കാൻ. സ്റ്റാർട്ടിങ് കെയർ ചെയ്തും തന്നെ എല്ലാവരും ഹാപ്പി ആയിരുന്നതും ജിൻഡോ പറയുന്നുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെ സന്തോഷിച്ചിരിക്കണ്ട, ഇന്നിങ്ങനെ പൊട്ടിത്തെറിക്കും എന്ന് പറഞ്ഞപ്പോ മുടിയൻ പറഞ്ഞു ഒരാഴ്ചയെങ്കിലും മനുഷ്യ ഒന്ന് സമാധാനത്തില് സന്തോഷത്തോടെ ഇരിക്കട്ടെ, വിടില്ല. പിന്നെ ബിഗ് ബോസ് ടാസ്ക് കൊടുത്തു ഇവരെ കുറിച്ച് ഇമിറ്റേറ്റ് ചെയ്യുന്ന പോലെ, അതായത് വീട്ടിൽ നടന്ന നല്ല ചൂടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള എല്ലാ ടീമും ചെയ്തിട്ട് പവർ ടീമിനെ ഇംപ്രസ് ചെയ്യണം. അപ്പൊ പവർ ടീം വന്ന് അതിന് മാർക്സ് കൊടുക്കണം, അതിനനുസരിച്ചിട്ടായിരിക്കും റാങ്കിങ് ഉണ്ടാവുക എന്നുള്ളതിനുള്ള ഒരു ടാസ്ക് കൊടുത്തു. അടിപൊളിയായി റെഡിയായിക്കൊണ്ടിരുന്നതാണ് നമ്മുടെ ഡെൻറ്റിൻ, അപ്സര, അർജുൻ, ഗബ്രി, റസ്മിൻ ബായ്. അവരിപ്പോ നന്നായിട്ട് റെഡിയായി ഇരുന്നതും ജാസ്മിൻ ഇവർക്ക് ഹെൽപ്പ് ചെയ്യാൻ, അതായത് സ്ട്രെയിറ്റ് ചെയ്യാൻ സ്ട്രെയിറ്റ്നർ കൊണ്ടുവന്ന് കൊടുത്തത് ജാൻമണിയാണ്. കൊടുത്ത് ഇവർക്ക് ചെയ്തതും ഇവരുടെ പവർ ഉപയോഗിച്ചിട്ട് ചെയ്ത ഒരു സാധനം അവരുടെ റൂമിനെ ലോക്ക് ചെയ്യാം. അപ്പൊ ജാസ്മിൻ അകത്ത് കൊണ്ടു. ഇതിന്റെ തല സിബിനാണെങ്കിലും ചെയ്തത് ജിൻഡോയും ശരണ്യയുമാണ്. ബാക്കിന്ന് തല ഉപയോഗിച്ചത് സിബിനാണ്. സിബിന്റെ തലയ്ക്ക് അകത്തായി പോയി ഇവരെല്ലാവരും, ഈ പവർ ടീമും ക്യാപ്റ്റനും ബാക്കിയുള്ള ടീംസും എല്ലാവരും. അന്ന് ആ ജാസ്മിന്റെ ടീമായ ടണൽ പറയണ്ടേ ജാസ്മിൻ ഇല്ലാതെ ഞങ്ങൾക്ക് ചെയ്യണം, ഓക്കെ ആണോ, ഓക്കെ സൂപ്പർ ഗെയിം. അവളാണ് എല്ലാ ഐഡിയയും കൊടുത്തിരിക്കുന്നതും എല്ലാം ചെയ്തതും എല്ലാം പറഞ്ഞിരിക്കുന്നതും. ആൻഡ് അറ്റ് ദ എൻഡ് ഇവര് ഇങ്ങനെ പൂട്ടി വെച്ചിട്ട് ഇവര് പറയണത് ഇവരെല്ലാവരും ജാസ്മിൻ അഗെയിൻസ്റ്റ് തിരിയണം. ഫസ്റ്റത്തെ പ്ലാൻ അത് തിരിഞ്ഞില്ല എന്ന് കണ്ടതും ഇവരെല്ലാവരും ഗബ്രിക്ക് അഗെയിൻസ്റ്റ് തിരിയണം. സോ ഗബ്രി പറഞ്ഞു അവന് വാഷ്റൂമിൽ പോകണം, എനിക്ക് വാഷ്റൂം യൂസ് ചെയ്യണം, സോ മനുഷ്യ പറ്റുക എന്നുള്ളത്. ശരണ്യൊക്കെ ഇങ്ങനെ മാറും നമ്മൾ പ്രതീക്ഷിച്ചു. ഇത്രയും ദിവസം ഭയങ്കര കാം ആൻഡ് കമ്പോസ്ഡ് ആയിട്ട് ആണോ ഓക്കെ ഇല്ല മോളെ ആണോ മോളെ ചോദിച്ചാളെ ഇപ്പൊ എന്താ ആറ്റിറ്റ്യൂഡ്, ആണ് നീ സോറി പറ എന്നൊക്കെ ഭയങ്കര ആറ്റിറ്റ്യൂഡ് ചേഞ്ചും ഭയങ്കര ഇതും. അതിന്റെ ഇടയ്ക്ക് ക്യാപ്റ്റനായ ജിൻറ്റോന്റെ അടുത്ത് വന്ന് ജിൻറ്റോ ഒരു ക്യാപ്റ്റൻ അല്ലേ പറ, നീ എനിക്ക് ഓട്ടിട്ടവർക്ക് മാത്രമേ ഹെൽപ്പ് ചെയ്യുള്ളൂ എന്നുണ്ടെങ്കിൽ പാർഷ്യൽ ക്യാപ്റ്റൻ ആയി പോയില്ലേ. എന്ത് ക്യാപ്റ്റൻസി ആണത്, ഭയങ്കര വേസ്റ്റ് ആയി പോയി. നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്കൊരു ഇറിറ്റേഷൻ വരാൻ തുടങ്ങിയ ഒരു എപ്പിസോഡ് കാണുമ്പോൾ നമുക്കൊരു ഇറിറ്റേഷനും നമുക്കൊരു എന്ന് തോന്നില്ലേ. സിബിന്റെ ബുദ്ധിയൊക്കെ നല്ല ബുദ്ധിയാണ്, കുഴപ്പമില്ല, കുറച്ച് കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാകാം ബിക്കോസ് ഇറ്റ്സ് എ ഗെയിം, ബട്ട് ഇത്രയ്ക്ക് മോശമായിട്ട് അത് ഉപയോഗിക്കാൻ പാടില്ലായിരുന്നു എന്ന് തോന്നാൻ തുടങ്ങി. അത് കഴിഞ്ഞ് ഗബ്രി സോറി പറഞ്ഞാൽ മാത്രമേ ജാസ്മിനും, ബിക്കോസ് ജാസ്മിൻ പറഞ്ഞു എനിക്ക് പീരിയഡ്സ് ആണ്, എനിക്ക് ഈ വാഷ്റൂം യൂസ് ചെയ്യണം എന്നുള്ളത് പറഞ്ഞതും ഗബ്രി സോറി പറഞ്ഞാലേ ജാസ്മിന് പീരിയഡ്സ് ആയിട്ട് വാഷ്റൂം യൂസ് ചെയ്യാൻ സമ്മതിക്കുള്ളൂ എന്നുള്ളതും കൂടെ എടുത്തിട്ടു. വിമൻ കാർഡ് ഐ കാർഡ് ഇവരൊന്നും വിമൻ കാർഡ് ഒന്നും ഉപയോഗിച്ചില്ല. ബിക്കോസ് അങ്ങനെ പറയുമ്പോൾ ഗബ്രി സോറി പറയില്ല, പറയാതാവുമ്പോൾ ജാസ്മിനും ഗബ്രിയും തെറ്റിക്കും. ഇവർക്ക് തെറ്റിച്ചിട്ട് എന്ത് കിട്ടാനാണ്, ഇവരും അവിടെയൊക്കെ ഫ്രണ്ട്ഷിപ്പ് ആയിട്ട് ഇവര് ഓക്കെ ഇവർ ഓവറാണ് ഇല്ല എന്ന് പറയുന്നു. ഇവരെ ഇഗ്നോർ ചെയ്തിരുന്നെങ്കിൽ ഇവരെ നമ്മൾ നോട്ടീസ് ചെയ്യാതെ ഇരുന്നിട്ടുണ്ടാവും. ഇതിപ്പോ മൊത്തം അറ്റൻഷനും ചേർന്ന് ഇവരെ ടാർഗറ്റ് ചെയ്യണമെന്നുള്ള പേരിൽ മൊത്തം അറ്റൻഷനും ചേർന്ന് ഇവരുടെ തലയ്ക്ക് കൊടുത്തതും ഫുൾ എപ്പിസോഡ് കാണിച്ചത് ഗബ്രി ജാസ്മിൻ ആയി. ഇവരുടെ വായിന്നും വരുന്നത് മൊത്തം ഗബ്രി ജാസ്മിൻ ആയി. ആൻഡ് അറ്റ് ദ എൻഡ് ഓപ്പൺ ചെയ്തിട്ടു. ബിക്കോസ് സിൻസ് ഷീ വാസ് നോട്ട് വെൽ, ഓപ്പൺ ചെയ്തിട്ടതുമാണ് ഇവർക്ക് ഈ ടാസ്ക് ചെയ്യാൻ പറ്റിയത്. ഇവരെ ടാസ്ക് ചെയ്യിപ്പിക്കാണ്ടിരിക്കാനായിരുന്നു പവർ ടീമിന്റെ ഏറ്റവും വലിയ പ്ലാൻ. പക്ഷെ ഇതിന് ബിഗ് ബോസും കൂട്ടു നിൽക്കണുണ്ട്, എന്തുകൊണ്ടാണെന്ന് അറിഞ്ഞില്ല. പിന്നെ ഇവർ ചെയ്തു അടിപൊളിയായി ചെയ്തു, പറയാൻ രക്ഷയില്ല, അടിപൊളിയായി ചെയ്തു. ഡെൻറ്റിൻ, അപ്സര ജിൻഡോ ആയിട്ട് കലക്കി, അർജുൻ ജാൻമണിയായിട്ട് ഓ മൈ ഗോഡ് ഐ മേക്കപ്പ് മൈ ഡ്രസ്സും മൈ ബോഡിയും വാവ് നന്നായി ചെയ്തു. റസ്മിൻ ബൈ ജാസ്മിൻ ആയിട്ടും ഗബ്രി നൂറായിട്ടും ഇവർക്ക് തന്നെ അവരോട് കുറ്റം തോന്നിയില്ല. ഐ ലെവലിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, ബാക്കിയുള്ള ടീമും ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് കുറച്ചുകൂടെ താഴെ ചെയ്തത് എന്താണ് ഇപ്പോഴത്തെ നെക്സ്റ്റ് ടീമാണ്, അതായത് നൂറയുടെ ടീമാണ്. അത് നമുക്ക് ഓക്കെ എന്നുള്ളത് തോന്നി. ബട്ട് ഇവര് പോയിന്റ്സ് ഇട്ടു, ഇവർ എണ്ണീട്ടെല്ലാം ഇട്ടപ്പോൾ ഫസ്റ്റ് കിട്ടിയത് ടണൽ ടീമിനാണ്, ജാസ്മിനുള്ള ടീമിനാണ് ഫസ്റ്റ് കിട്ടിയത് 177 പോയിന്റ്സ്. ആൻഡ് ദെൻ നെക്സ്റ്റ് കിട്ടിയത് ഡെന്നിന്, നമ്മുടെ ഗബ്രയുടെ ടീമിന് 113 പോയിന്റ്സ്. ആൻഡ് ദെൻ നെക്സ്റ്റ് വാസ് നൂറാസ് ടീം 110 പോയിന്റ്സ്. സോ അങ്ങനെ 1, 2 കിട്ടി, തേർഡ് പോയിന്റ്സ് ഇല്ലല്ലോ, അങ്ങനെ ആയപ്പോൾ അതിനുശേഷം ജാസ്മിൻ ജിൻഡോന്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുമ്പോൾ
സിബിൻ അവിടെ ഒരു ഗ്യാങ്ങിന്റെ കൂടെ ഇരുന്ന് കിടന്ന് ഷൗട്ട് ചെയ്ത് ഇവള് പറയണത് കേൾക്കരുത് എന്നുള്ളതായി. അഭിഷേകിന് അറിയാനുണ്ട് ജാസ്മിന്റെ ഭാഗത്ത് കറക്റ്റ് ആണെന്ന് അറിയുന്നുണ്ട്, പക്ഷെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. ബിക്കോസ് ഹോൾ ഹൗസ് ഇസ് ടുഗെദർ. ഇത് എന്തോ ഒരാളെ ഇങ്ങനെ കോർണർ ചെയ്ത് ബാക്കി എല്ലാവരും ഇങ്ങനെ ഹൈപ്പ് ആവേണ്ട ഒരു ലെവലായി പോയി. ഇപ്പൊ പണ്ടത്തെ പവർ ടീം ഇപ്പോഴത്തെ ഡെന്നും ജാസ്മിനും ഒറ്റയ്ക്കും ബാക്കി എല്ലാവരും ഒരുമിച്ചും എന്നുള്ള ഒരു ലെവലിലാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് തുടങ്ങിയിരിക്കുന്നത്, ഈ ആഴ്ച തുടങ്ങിയിരിക്കുന്നത്. വി ഡോണ്ട് നോ ഹൗ ഇറ്റ് ഗോസ്. ബിഗ് ബോസ് കുറച്ചും കൂടെ ഒന്ന് ആക്റ്റീവായിട്ട് ഇവർക്ക് അതിനുള്ള പണി തിരിച്ചു കൊടുക്കണം എന്ന് ആണ് നമ്മളുടെ ഒരു ഇത്. നോക്കാം, ഇന്ന് കൊടുക്കുമായിരിക്കും. പ്രൊമോ ഒക്കെ കാണുമ്പോൾ കുറച്ച് കൊടുക്കുന്ന പോലെയൊക്കെ ഉണ്ട്. കുറച്ചും കൂടെ കൊടുത്തിരുന്നെങ്കിൽ നമുക്കൊരു ഇൻട്രസ്റ്റ് തോന്നിയേനെ. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. കീപ് വാച്ചിങ് ബിഗ് ബോസ് മലയാളം സീസൺ 6 in Disney+ Hotstar.